നമസ്കാരം. ലോഗിൻ കേരളയിലേക്ക് സ്വാഗതം. തെരുവ് നായ പ്രശ്നമായിരുന്നു. തെരുവ് നായകൾ സംസ്ഥാനത്താകമാനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് പേരെ കടിക്കുന്നു. ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പലയിടത്തും തെരുവ് നായകളെ ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്നു, അടിച്ചു കൊല്ലുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടതാണ് നമ്മൾ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ നമ്മൾ കണ്ടത് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലുന്ന 12ലധികം നായ്ക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിൽ എന്തെങ്കിലും ആസൂത്രണ സ്വഭാവമുണ്ടോ? തെരുവ് നായ്ക്കൾ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളെല്ലാം നടക്കുമ്പോൾ ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഏഞ്ചൽസ് നായർ എന്ന് ലോഗിൻ കേരളയ്ക്ക് പോകുന്നുണ്ട്. സാർ സ്വാഗതം. ഈ തെരുവ് നായ വിഷയം കേരളമൊട്ടാകെ ഈ ഓണക്കാലത്ത് ചർച്ചയായത് തെരുവ് നായകളുടെ കടിയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നായകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കടിയേക്കുന്നു, കുട്ടികളടക്കം അകത്തുണ്ട്, കടിയേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിലെന്തെങ്കിലും ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ വരുമ്പോഴും അതിൻ്റെ ദൃശ്യങ്ങളെ നമുക്ക് വിശ്വസിക്കാതിരിക്കാനാകുമോ? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? കടിയേക്കുന്നുണ്ട്. ഈ തെരുവുനായകൾ കടിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പേവിഷം പലയിടത്തും കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇത്രയും പേവിഷബാധയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഈ 2021 5 പേരാണ് കേരളത്തിൽ മരിച്ചത്. അതായത് ശരാശരി കണക്കാണ്. അമേരിക്കയിൽ 5 പേരൊക്കെയാണ് ഇത് മരിക്കുന്നത്. എല്ലായിടത്തും തന്നെ പേവിഷബാധ ഉള്ളതാണ്. ഇപ്പോൾ പേവിഷബാധ ഏറ്റവും കുറവുള്ള സ്ഥലങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ നായകളുണ്ടെങ്കിലും ഭൂട്ടാനിലാണ്. ഭൂട്ടാനിൽ 2016 ശേഷം ഒരു ആളെപ്പോലും ഒരാളാണ് 2016 മരിച്ചത്. അതിനുശേഷം മരിച്ചിട്ടില്ല ഒരാൾ പോലും പേവിഷബാധ ഏറ്റ് മരിച്ചിട്ട്. പക്ഷേ ഇവിടെ പൂച്ചകടി ഏറ്റിട്ട് മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു കുട്ടിയാണ്, 11 വയസ്സുള്ളൊരു കുട്ടിയാണ് ഈ പൂച്ചകടി ഏറ്റിട്ട് മരിച്ചത്. അപ്പം ഈ പേവിഷം എന്ന് പറയുന്നത് അതൊരു വൈറസാണ്. അത് നിപ്പ വൈറസ് മാതിരി തന്നെയുള്ളൊരു വൈറസാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. സാധാരണ രീതിയിൽ എല്ലാ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ, വാക്സിനേഷൻ ഡ്രൈവ് നടക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഇപ്പോൾ പലയിടത്തും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ഇപ്പം തൃശ്ശൂർ ഇത് റാബിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു നായ മരിച്ചിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ അട്ടപ്പാടിയിൽ ആ നായ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്, പിന്നെ കോട്ടയത്ത്, ഇപ്പോൾ ഈ കോട്ടയത്ത് അഭിരാമി എന്ന് പറഞ്ഞ കുട്ടിയുടെ കടിച്ചത് ആദ്യം തെരുവ് നായിയാണെന്ന് പറഞ്ഞു, പിന്നീട് അത് വീട്ടിലെ നായാണെന്ന് പറഞ്ഞു. ഇതേവരെ ആ നായെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ആരുടെ ഓണർഷിപ്പിലുള്ള നായയാണ്, അത് ഓണർഷിപ്പുള്ള നായയാണെന്ന് പറയുന്നത്. ഈ കുട്ടി പാല് മേടിക്കാൻ പോയത് അത് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒന്നും പാല് മേടിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ 1 കിലോമീറ്ററിനകത്ത് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഈ നായ. പക്ഷേ ഇതെന്തുകൊണ്ട് ഗവൺമെൻറ് ഇതുവരെ കണ്ടുപിടിക്കാനോ ഈ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. തെരുവ് നായകൾക്ക് അങ്ങനെ ഓണർഷിപ്പില്ല. ഇത് മുനിസിപ്പാലിറ്റി അല്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെ അണ്ടറിലാണ് ഇതിൻ്റെ ഈ വന്ധീകരണം ആണെങ്കിലും ഈ വാക്സിനേഷനുകളാണെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാലം വലിയ ഈ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറയുന്നു, വിഷബാധ പകരുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണെന്നാണോ? ഈ വാക്സിനേഷനും അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ലേ? എന്താണ് ഇതിൻ്റെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടന്നു കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ അത് നമുക്കൊരു മുഴുവനായിട്ട് 100% ഒരിക്കലും ഈ വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ 100% അല്ല ഒരിക്കലും. ഒരു വൈറസിനുള്ള ഒന്നിനും ഒരു ഒറ്റമൂലി സത്യത്തിലില്ല. പക്ഷേ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ക്രൈസിസ്, ഈ വാക്സിൻ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഒരാഴ്ചയായാലും ഈ ക്രൈസിസായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ലോകത്തെല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും തെരുവുനായുണ്ട്, പേവിഷബാധക്കാരുണ്ട്. പക്ഷേ ഇത് ഇവിടെ ആസൂത്രിതമായിട്ട് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഈ നായകൾക്കെതിരെ നടന്നിരിക്കുന്നത്. ഈ നായകൾക്കെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് കടിക്കുമെന്നുള്ളത് 100ക്ക് 100ആണ്. അത് നായകൾക്ക് മാത്രമല്ല, ഏത് ജീവിയാണെങ്കിലും. ഇപ്പോൾ കേരളത്തിൽ ആനകൾ കുത്തുന്നുണ്ട് ഇഷ്ടം പോലെ, പുലി കടിക്കുന്നില്ലേ? അപ്പോൾ അതൊക്കെ പലതും ഈ പ്രൊവോക്ക് ചെയ്ത് മുമ്പോട്ടേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജീവികളൊക്കെ തിരിച്ച് കടിക്കും. പക്ഷേ ഇവിടെ അത് അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ആളാണ് ഈ പ്രൊവോക്കേഷൻ ഇതൊരു തൊഴിലാക്കി എടുത്തിരിക്കുന്നത്. കാരണം കോടികൾ മുടക്കിയിട്ട്, ഏകദേശം 1 കോടിയോളം മുടക്കിയിട്ടാണ് ഇദ്ദേഹം ക്വാർട്ടർ പേജ് പരസ്യം ഈ എല്ലാ പേപ്പറുകളിലും, മലയാളം പേപ്പറുകളിൽ 2 പ്രാവശ്യം പരസ്യം ചെയ്ത വ്യക്തിയാണ്. ഏകദേശം 1 കോടി രൂപയോളം അതിന് ചിലവാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സാധനം, അപ്പോൾ ഈ നായകളെ കൊന്നാൽ 50 രൂപയുള്ള ശിക്ഷ, അതിന് ഞങ്ങൾ ലീഗൽ എയ്ഡ് തരാം, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട് 2016 ഈ 2016 അന്ന് ഞാൻ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ പെൻഡിങ് ആയിരുന്നു. ഈ പെൻഡിങ് മാറ്റി
ജൂണിൽ പെൻഡിങ് മാറ്റി അദ്ദേഹത്തിന് നോട്ടീസ് പോയപ്പോഴത്തേക്കും ആണ് ഇവിടെ ക്രൈസിസ് തുടങ്ങുന്നത്. ഇദ്ദേഹമാണ് ക്രൈസിസ് തുടങ്ങുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 4-ാം തീയതി ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹം എല്ലാവർക്കും വെബിനാർ കൊടുക്കുകയാണ്. എങ്ങനെ ഈ തെരുവുനായയുടെ പ്രശ്നങ്ങൾ, ഇയാൾ അതിൻ്റെ എക്സ്പേർട്ട് എന്നുള്ള ഇയാളൊരു ബിസിനസ്മാനാണ്. അപ്പോൾ അവിടെ നിന്ന് ആഗസ്റ്റ് 4-ാം തീയതിയാണ് ഇദ്ദേഹം ഈ വെബിനാറിൽ കൂടി ആളുകളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ നായകളെ ഉപദ്രവിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ നായകടി കൂടുന്നു, അവിടെ കടിച്ചു ഇവിടെ കടിച്ചു. ഇപ്പോൾ മീഡിയാസ് മുഴുവനായിട്ട് ഇതിങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക. പല ഇൻസിഡൻറ്റും അത് ഒറിജിനലാണ്. ഇപ്പോൾ ഈ അരക്കിണർ എന്ന് പറയുന്ന ഈ കോഴിക്കോടുള്ള ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കടി നടന്നേക്കുന്നത്. പക്ഷേ ഈ ഞങ്ങളുടെ പെരുമ്പാവൂരില്ല. ഞങ്ങളുടെ രായകുളം പഞ്ചായത്തിലെ പട്ടികളൊക്കെ അങ്ങനെ തന്നെ നടക്കുക. ഞങ്ങൾ ഈ അനിമൽ ആക്ടിവിസ്റ്റുകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ തല പൊക്കുന്നില്ല. അവിടെ ആരെയും കടിക്കുന്നില്ല, ഓടിക്കുന്നില്ല. അതെന്താണ് ഈ പ്രശ്നം? ഈ ചില സ്ഥലങ്ങളിൽ അനിമൽ ആക്ടിവിസ്റ്റുകൾ സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ഓടിച്ച് കടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രൊവോക്കേറ്റ് ചെയ്യുക, കടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഒക്ടോബർ 19, 2016 ഇദ്ദേഹം പരസ്യം ചെയ്തതിന് ശേഷം വർക്കലയിൽ വീട്ടുവരാന്തയിൽ ഉറങ്ങിക്കിടന്ന് ഒരു 90 വയസ്സുകാരനെയാണ് നായകൾ, രാഘവൻ എന്ന അയാളുടെ പേര്, 25-ാം തീയതി 5-ാം ദിവസം നായകൾ കടിച്ചു കൊല്ലുമായിരുന്നു. അതിനു മുമ്പ് നായകളെ നാട്ടുകാർ ആക്രമിച്ചിരുന്നു, നായ തിരിച്ച് കടിച്ചു. അപ്പോൾ വീണ്ടും ആളെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ജോസ് മാവേലി എന്ന് പറയുന്ന ഈ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി, കുട്ടികളെ കൊണ്ട് ഭിക്ഷാടനം നടത്തിയിരിക്കുന്ന വ്യക്തി ഒക്കെയാണ് അവിടെ പോയിട്ട് ഏകദേശം 40ഓളം നായകളെ തല്ലിക്കൊന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ തവണ അയാളെ കോടതി ശിക്ഷിച്ചിരുന്നു. അയാളെ ഏതാണ്ട് അഭിമാനപൂർവ്വം. പിന്നെ ഈ വേറെ കുറേ പേര് കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ഈ 4-5 നായകളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അഭിമാനപൂർവ്വം ഇങ്ങനെ പരേഡ് നടത്തുകയാണ്. അത്ര നിശ്ചിതമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെയും ഈ ലോകം മുഴുവൻ വിമർശിച്ചത്. അന്ന് കേരളത്തിലുള്ളവർ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. എങ്കിലും ഈ NDTV, ആജ് തക് മുതലായ TV-കളൊക്കെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. എന്ന് മാത്രമല്ല, ഈ കേരളത്തെ ഒറ്റപ്പെടുത്തുക, ബോയ്ക്കോട്ട് കേരള എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ ലോകം മുഴുവൻ നടന്നിരുന്നു. എന്നാലും നാണമില്ലാത്തൊരു വർഗ്ഗമാണ് എന്നുള്ള കാര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുക ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ മുഴുവൻ ഈ പേവിഷബാധ ഉണ്ടെങ്കിലും ഇതേമാതിരി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള പ്രതികരണങ്ങളല്ല, അവിടെ വാക്സിനേഷൻ നടത്തുകയാണ് ചെയ്തത്. പക്ഷേ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു ജോലി തേടി പോകുന്നത് ഇതേ പറയുന്ന അഡ്വാൻസ്ഡ് സിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറുള്ള ഈ രാജ്യങ്ങളിലേക്കാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഈ കേരളത്തിൽ തന്നെ പഠിപ്പിക്കാത്ത? ഇതേമാതിരി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന സംസ്കാരം നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് മൃഗങ്ങളോട് പെരുമാറുന്ന രാജ്യങ്ങളിലേക്ക് തന്നെ വിടണം. ജോലി തേടി പോകുന്ന അങ്ങോട്ടാ. നിങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പെയിനും കാനഡയും ഓസ്ട്രേലിയ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളൊക്കെ നേഴ്സിങ്ങിന് പിള്ളേരെ വിടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പരിചിതമല്ലാത്തൊരു സിറ്റി കൂടാണ് നമ്മൾ പോകുന്നത്, ഒരു നഗരത്തിൽ കൂടെ പോവുകയാണെങ്കിൽ തെരുവ് നായകൾ രാത്രി കാലങ്ങളിൽ ഓടി വരാറുണ്ട്. ചിലപ്പോൾ ആക്രമണ സ്വഭാവത്തോടെ ഓടിയെടുക്കാറുണ്ട്. നമ്മൾ പേടിക്കുന്നില്ല എന്ന് കണ്ടാൽ നായകൾ മാറിപ്പോകുന്നതൊക്കെയാണ് പറയുന്നത്. പലയിടത്തും രാത്രി കാലങ്ങളിലുമൊക്കെ ഈ നായകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ നായകൾക്ക് കൃത്യമായിട്ട് വന്ധ്യീകരണമാണെങ്കിലും ഇവരെ ഷെൽട്ടർ ചെയ്യേണ്ടതൊക്കെ ഈ വകുപ്പുകളുടെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അണ്ടറിലുള്ള വെൽഫെയർ ഓർഗനൈസേഷൻ്റെയൊക്കെ അണ്ടറിൽ വരേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായി ഇടപെടാൻ പറ്റത്തില്ലേ? ഇത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ 2018 ഒരു ഓർഡർ ഇട്ടിരുന്നു. എല്ലാ ഗവൺമെൻറ്റും, എല്ലാ സ്റ്റേറ്റും, എല്ലാ യൂണിയൻ ടെറിട്ടറീസും നിർബന്ധമായിട്ടും പശുക്കളെയും ഈ തെരുവുനായകളെയും ഷെൽട്ടർ ചെയ്തോളണം. ഒരെണ്ണം പോലും അലഞ്ഞു തിരിയാനായിട്ടുള്ള ഇടവരരുതെന്ന്. പക്ഷേ അത് ലോകത്തൊരു സ്ഥലത്ത്, ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനം അത് കൃത്യമായിട്ട് ചെയ്തില്ല. കേരളം ഒട്ടും ചെയ്തില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ അത് വീണ്ടും നടത്താനായിട്ട് ഈ ഷെൽട്ടറുകൾ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, P. ഗോപിനാഥും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഓർഡർ ഇട്ടിരുന്നു 1 വർഷം മുമ്പ്, കഴിഞ്ഞ ജൂലൈയിൽ 2021 ജൂലൈയിൽ. പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് കോടതിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ തെരുവുനായകൾക്ക് ഫീഡിംഗ് പോയിന്റുകൾ വെക്കാനായിട്ട് വീണ്ടും കോടതി നിർദ്ദേശിച്ചത്. അതേമാതിരി ഇപ്പോൾ ഈ ABC പരിപാടി, ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നിർത്താനൊന്നും കോടതി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് കുടുംബശ്രീ ചെയ്യരുത്, അവർക്ക് അതിനുള്ള അംഗീകാരമില്ല, അവർക്ക് അതിനുള്ള കഴിവില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം കോടതി നിരോധിക്കുകയും ചെയ്തു. കാരണം ഇല്ലീഗലായിട്ടായിരുന്നു അവർ ഈ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത നായകളിൽ നിന്നും പേവിഷബാധ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുത്ത കുട്ടികൾക്ക് പോലും ഈ മരണം സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ കാര്യമില്ല എന്നാണ് അർത്ഥം. അല്ല, ഡോസ് ഫലിക്കുന്നില്ല. അവിടെ ഡോസ് ഫലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പേപ്പറിൽ 2 മാസം മുമ്പ് വായിച്ച ജൂലൈയിൽ വാക്സിൻ കമ്പനി അന്നേ പറഞ്ഞു വല്ലതും സംഭവിച്ചാൽ ഉത്തരവാദിത്തമില്ല. കേരളത്തിലെത്തിയത് കമ്പനി പരിശോധനയും പൂർത്തിയാക്കാത്ത പേവിഷ വാക്സിൻ. അപ്പോൾ ഇവർ ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഈ ജൂലൈയിൽ വലിയ ക്രൈസിസ് ഇല്ല, ഇവിടെ പെട്ടെന്ന് ക്രൈസിസ് ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് കുറേ വാക്സിൻ കണ്ടുപിടിക്കണം. കാരണം അടുത്ത മാസം ഇത്ര കടികൾ കൂടാൻ സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടതാണ് ഇവർ. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇവർ അടുത്ത മാസം ഇത്ര കടി കൂടാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് വാക്സിൻ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഗൂഢാലോചനയുടെ ഒരു ഗൂഢാലോചന പദ്ധതിയല്ലേ. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ നായകൾക്കും വാക്സിൻ കൊടുക്കുക. ഈ വാക്സിൻ കമ്പനികളായിട്ട് ഒത്തുചേർന്നിട്ട് കേരള ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഈ നായകളുടെ ഉൽപ്പാദന പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ഈ ബ്രീഡേഴ്സാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഈ കുറച്ച് നാളത്തേക്ക് ഇത് ഓമനത്തൊക്കെ കൂടും. അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ തെരുവിൽ ഡംപ് ചെയ്യണത്. ഈ തെരുവ് നായ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാത്തിനും കോളറുണ്ട്, എല്ലാം ബ്രീഡ് ഡോഗ്സ് ആണ്. അല്ലാതെ നാടൻ നായ എത്ര ഉണ്ട് തെരുവിൽ ജീവിച്ച് വളർന്നേക്കണത്? അവരാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ റോഡിന് വട്ടം ചാടുന്നത് അത് ഈ നായകളാണ് വട്ടം ചാടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ തെരുവ് നായ ആക്രമണം നടക്കുമ്പോഴും വട്ടം ചാടിയിട്ടുള്ള ആക്രമണം സമാനമായിട്ട് തന്നെ കൂടുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ആളുകൾ ഈ നായകളെ റോഡ് സൈഡിൽ വെച്ച് കല്ലെറിഞ്ഞ് ഓടിക്കും, അടിക്കും. അപ്പോൾ അത് റോഡിന് കുറുകെ ചാടുന്നത് നമ്മളൊക്കെ വിറ്റ്നസ് ആയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ കടിയും റോഡിന് കുറുകെ ചാടലും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ലാത്ത 2 കാര്യങ്ങളല്ലേ ഇത്. ഈ പട്ടി കടിക്കലും കുറുകെ ചാടലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഈ കുറുകെ ചാടുന്നതിൻ്റെ എണ്ണവും അത് മൂലമുണ്ടാകുന്ന ആക്സിഡൻറ്റ് കൂടുക. പക്ഷേ മൃഗസ്നേഹികൾ ഇത്തരം വാദങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ പറയുന്ന ഒരു കുട്ടി മരിച്ചു അല്ലെങ്കിൽ കടിയേറ്റവരുണ്ട്, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. നായയിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ തെരുവ് നായകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു ന്യായമുണ്ടല്ലോ, അവരുടെ ഒരു കുട്ടിയാണ് മരിച്ചത്, 13 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് വഹിക്കേണ്ടത്? അത് ഗവൺമെൻറ്റിന് തന്നെയാണ്, നമുക്കല്ലല്ലോ. നമ്മളല്ലല്ലോ ഈ നായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരുവിലുള്ളൊരു വസ്തു എപ്പോഴും അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുന്നത്. അതിനെ ഷെൽട്ടർ ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വൈറസ് പടരാതിരിക്കാനും ശ്രമിക്കേണ്ടത് ഗവൺമെൻറ്. പിന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രി ഒന്നും അല്ല ഇതിനെ മുഴുവൻ ഷെൽട്ടർ ചെയ്യാനായിട്ട്. ഇപ്പോൾ കേരളം ഷെൽട്ടർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ പോപ്പുലേഷൻ നമുക്ക് ഹൈ ആണ്. ഇതിനെ ഷെൽട്ടർ ചെയ്യുക എന്നുള്ള പ്രായോഗിക ബുദ്ധിയല്ല. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വിഡിത്തം എന്ന് പറയുന്നത് ഇന്നത്തെ ചർച്ചയിൽ നടന്നിരിക്കുന്ന ആ ചർച്ചയിൽ ആ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ഒരാൾ പോലും അനിമൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനില്ല. ഇവർ തന്നെത്താൻ ഇരുന്ന് ഇതുമായിട്ട് കുറേ ബിസിനസ്സുകാർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ എങ്ങനെയാണ് ഇവിടുത്തെ ഈ പോപ്പുലേഷൻ കുറയ്ക്കുക, ഈ പേവിഷത്തിൻ്റെ ഇത് തോത് കുറയ്ക്കുക എന്നൊക്കെ ഇവർ തന്നെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അതിനകത്ത് ഒരാളെ പറഞ്ഞ് അതിനകത്ത് അനിമലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഡോഗുമായിട്ട് അല്ലെങ്കിൽ പേപ്പട്ടി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മനുഷ്യനെ പോലും കയറ്റാതെയാണ് ഇവർ ഈ നടപടികളൊക്കെ എടുത്തേക്കുന്നത്. ഫൂളിഷ്നെസ് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഞാൻ നടപടിയാണ് നായയിൽ നിന്ന് മാത്രമാണ് ഈ പേ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ ഇത് മറ്റു പല ജീവികളിൽ നിന്നും പകരുന്ന ഒരു അസുഖമാണ് എന്ന് നമ്മൾ നിപ്പ പോലെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഈ നായ തന്നെ മാത്രമാണോ പ്രശ്നം, അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടികൾ എടുക്കേണ്ടത് സർക്കാർ തലത്തിൽ? ഇനി ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ഏജൻസികളുണ്ട്, ഇതിനായിട്ട് ഗവേഷണ ഏജൻസികൾ പോലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇതിന് മുമ്പേ നടക്കേണ്ടതല്ലേ? ഈ കടി കിട്ടുന്നതിന് മുമ്പേ നടക്കേണ്ടതല്ലേ? അതിനാണല്ലോ ഗവൺമെൻറ്. പക്ഷേ അവർ ടോട്ടൽ ഫെയിലറാണ്. ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങൾ ടോട്ടൽ ഫെയിലറാണെന്ന് സുപ്രീം കോടതി ചെന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ ഭയങ്കര നായ ക്രൈസിസ്, ഡോഗ് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ പിടിച്ചു കെട്ടാൻ പാടില്ലാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുക. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് അവരുടെ ഞങ്ങൾ ഫെയിലർ ആണ്, ഞങ്ങൾ കോടിക്കണക്കിന് രൂപ തിന്നു തീർത്തു എന്ന് പറയുന്നതിന് തുല്യമാണിത്. ഇത് പ്രായോഗികമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ക്ഷമാപണം അല്ല നടത്തിയേക്കണം. ഇവിടെ ക്രൈസിസ് ഞങ്ങൾക്കിപ്പോൾ ഇതിനൊക്കെ ആക്രമണകാരികളായ നായകളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് മുഴുവൻ സംരക്ഷിച്ചേക്കാന്ന്. ഇവർക്ക് ഈ രാജേഷ് എന്ന് പറയുന്ന ആ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിയോ ബോധമോ ഉണ്ടായിരുന്നെങ്കിൽ സാധാരണ ഒരു അതിനകത്ത് ഇപ്പോൾ ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് ലീഗൽ അഡ്വൈസേഴ്സ് ഇല്ല എന്ന് ഓർക്കണം. ഇതേമാതിരി പടുപിഡിത്താണ് ഇയാളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആക്രമണകാരികളായ നായകളെ വെടിവെച്ചിടാനായിട്ട് അവർക്ക് ഓർഡർ കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനാണ് കോടതിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് കോടതി അല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അത് പാർലമെൻറ്റിലാണ് പാസ്സാക്കേണ്ടത്. അതിനുള്ള ബുദ്ധിയോ ബോധവും ഇല്ലാത്തവനാണ് ഈ മന്ത്രി എന്ന് പറയുന്ന രാജേഷ്.
ഈ ആക്രമണകാരികളായ തെരുവ് നായകൾ എന്ന് പറയുന്നത് ഇത് വളർത്തു നായകൾക്ക് ബാധകമല്ല. അതായത് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ നായകൾ കടിക്കുകയും കുരയ്ക്കുകയും അഗ്രസീവ് ആയതുകൊണ്ടാണല്ലോ ഇതിനെ തൊടലിലിട്ട് കെട്ടിപ്പൂട്ടി വീടുകളിൽ വളർത്തുന്നത്. അല്ലാതുള്ള ബ്രീഡിലുള്ള മറ്റു നായകളുണ്ട്. പക്ഷേ ഈ അഗ്രസീവായിട്ടുള്ള നായകളെ കെട്ടിപ്പൂട്ടിയിട്ട് വളർത്തുന്നതും തെരുവ് നായകളും ഇത് രണ്ടും മറ്റു സ്വഭാവങ്ങളെല്ലാം ഒന്ന് തന്നെയല്ലേ? വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും തെരുവിലാണെങ്കിലും അഗ്രസീവ് ആകേണ്ടത് അഗ്രസീവ് ആവട്ടത്തില്ലേ? അപ്പോൾ ഈ തെരുവ് നായകളിലേക്ക് മാത്രം ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, ഈ ഇവിടെ കടിയുടെ കാര്യത്തിൽ 75%, ഡോഗ് ബൈറ്റ്സിന് 75% ഡൊമസ്റ്റിക് നായകളാണ് ചെയ്യുന്നത്. ഈ തെരുവ് നായകൾ എന്ന് പറയുമ്പോൾ ഒരു ഡോഗിനെ തെരുവിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അഴിച്ചുവിട്ടാൽ തെരുവിൽ എത്തുമ്പോഴേക്കും അത് തെരുവ് നായി ഒന്നും ആവില്ല, അത് സ്ട്രേ ഡോഗാവും. പിന്നെ ആണല്ലോ സ്ട്രീറ്റ് ഡോഗാണ്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ രണ്ടെണ്ണം. സ്ട്രീറ്റ് ഡോഗാണ് ഈ പറഞ്ഞ തെരുവ് നായയായിട്ട് മലയാളത്തിൽ വരുന്നത്. ഈ സ്ട്രേ ഡോഗ് എന്ന് പറയുന്നത് ലക്ഷ്യമില്ലാതെ നടക്കുക, കാരണം അതിൻ്റെ സെറ്റിലായിട്ടില്ല, ജസ്റ്റ് സ്ട്രീറ്റിലെത്തിയിരിക്കുന്ന ഒരു നായയാണ്. അവർ ചില വീടുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന നായകൾ പെട്ടെന്ന് ആളുകളെയൊക്കെ കയറി കടിച്ചു എന്ന് വരും. കാരണം അത് വളരെ ടോർച്ചറിങ് ആയിരിക്കും അവിടുത്തെ അനുഭവം. അപ്പം എപ്പോഴെങ്കിലും അതിനെ സ്ഥിരമായിട്ട് ഒരു ജന്മം മുഴുവൻ കൂട്ടിലിട്ട് തടങ്കലിൽ വച്ചിരിക്കുന്ന നായകളാണ്, അല്ലെങ്കിൽ ചങ്ങലയിൽ മാത്രം ഇട്ടിരിക്കുന്ന നായകളാണ്, എന്തെങ്കിലും ഭക്ഷണം വല്ലപ്പോഴൊക്കെ കൊടുക്കുന്ന നായകളാണ്. അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവികൾക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ഷൻ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇവിടെ ഇപ്പോൾ ഈ തെരുവുനായ ഇത് കൂടുമ്പോൾ വാക്സിനേഷൻ കൂട്ടാനായിട്ട് നോക്കിക്കഴിയുമ്പോഴും ഇതിൻ്റെ ഈ ബ്രീഡേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത് ഇവരാണ് ഈ പോപ്പുലേഷൻ കൂട്ടുന്നത്, ഈ കൂടുതൽ നായകളെ ഡംപ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ലൈസൻസിങ് നടത്താം എന്നുള്ള ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അതായത് നിങ്ങൾക്കൊരു മലവെള്ളം വരുമ്പോൾ ഇവിടെ ചിറകെട്ടിയിട്ട് കാര്യമില്ല, ആദ്യത്തെ ആ ഫ്ലോ എവിടെ നിന്ന് വരണു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തടയണം അവർ. അതിനുള്ള നിയമമുണ്ട് ഇവിടെ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും ആക്ഷൻ എടുക്കേണ്ടതും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലാണ്. അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അത് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിന് മുൻപ് 3 വർഷത്തേക്ക് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം പോലും വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ടാമത് ഈ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരള രൂപീകരിച്ചു. അതിനകത്ത് മുഴുവൻ CPI മാത്രമേ ഉള്ളൂ. അതിനകത്ത് പക്ഷേ ഈ CPIക്ക് ഒരു പ്രശ്നത്തോടെ പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു MP വേണം അതിനകത്ത്. അതുകൊണ്ട് CPMൻ്റെ ആലപ്പുഴ MPനെ ഇങ്ങ് കടമെടുക്കുക ചെയ്ത്. അതിനകത്ത് അനിമലുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. ഈ പറയുന്ന എന്നാൽ അവരാണ് ഈ ബർത്ത് കൺട്രോൾ പരിപാടികൾ, അതേമാതിരി ബ്രീഡേഴ്സിൻ്റെ കാര്യങ്ങൾ, PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിനകത്തുള്ള 21 റൂളുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നടപ്പാക്കാനും പെറ്റ് ഷോപ്പ് റൂൾസ് അതിനകത്തൊന്നുള്ളതാണ്. ഇവർ ചെയ്തു വെച്ചത് ഈ സ്ലോട്ടർ ഹൗസ് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം സ്ലോട്ടർ ഹൗസിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് അവയർനെസ് പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് ക്രൂവൽറ്റി കുറയില്ല. അവയർനെസ് പ്രോഗ്രാം മറ്റു ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ബ്രീഡേഴ്സിൻ്റെ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് അവയർനെസ് ക്ലാസ് കൊടുത്ത് 15 ലക്ഷം പുട്ടടിച്ച് തീർക്കുക ചെയ്തത്. തീർച്ചയായിട്ടും ഈ ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞത് പശുവിനെ കൊല്ലാം, മറ്റു പോത്തിനെ കൊല്ലാം, കാളയെ കൊല്ലാം, നായയെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹത്തിന് മുമ്പുള്ള ഒരു പ്രസംഗത്തിൽ നടത്തിയ വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ സമീപകാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇത് ചർച്ചയായ വിഷയങ്ങളാണ്. അപ്പം ഈ ഏത് മൃഗത്തെയാണെങ്കിലും കൊല്ലാൻ ഇത് വയലേഷൻ അനുസരിച്ച്, നിയമം അനുസരിച്ച് വയലേഷനിൽ പെടും. നായകളാണെങ്കിൽ കുറച്ചുകൂടി ശിക്ഷ, അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥയിൽ വലിയ ശിക്ഷാ നടപടികൾ കിട്ടേണ്ടതാണ്. ഇത്തരം നടപടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരാളുടെ ഈ പ്രസ്താവനകളെക്കുറിച്ച് വിവാദം വന്നപ്പോൾ ഈ ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ മറുപടി എന്താണ്? ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദിവസം 10 പേരെങ്കിലും ഇയാളുടെ 2015 തിരുവനന്തപുരത്ത് ഇദ്ദേഹം കളക്ടറായിരുന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 10 പേരെങ്കിലും ദിവസം എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇതിന് മറുപടി പറയാനായിട്ട്. ഇപ്പോൾ അരമണിക്കൂർ മുമ്പുള്ള ഈ ഒരു ആൾ ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കുന്നതും ഇത് ആലപ്പുഴയിൽ നിന്നാണ്. അവർ വിളിച്ച് പറഞ്ഞതും ഇത് തന്നെയാണ് ഈ ഇഷ്യൂ. ഇത് 2015 ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം IAS പാസ്സായിട്ടുള്ള വ്യക്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തച്ചടി പ്രഭാകരൻ്റെ കയ്യിൽ കാശുള്ളത് കാരണം ഇദ്ദേഹം IAS കൺഫേർഡ് IAS ആണ്. അത് കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്ന IAS ആണ്. ഇദ്ദേഹം 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നിയമവ്യവസ്ഥയ്ക്ക് എതിരും, അതായത് കളക്ടറായിരിക്കുമ്പോഴാണ് ഈ പട്ടിയെ കൊല്ലാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അത് വളരെ വയലേഷൻസ് സൃഷ്ടിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അതൊന്നും നമ്മുടെ ചർച്ചയിലല്ല. അത് നമ്മുടെ ചർച്ച നായയിൽ നിൽക്കുന്ന വിഷയത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഈ അത്തരം ഒരു ചർച്ച
ചർച്ച വരുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ പൊതുജനങ്ങൾ ചിലപ്പോൾ ഇതിന് തെറ്റായിട്ട് വ്യാഖ്യാനങ്ങൾ വരാം. അതൊരു വിമർശനത്തിലേക്ക് വരുത്തില്ലേ? അല്ലെങ്കിൽ ഇദ്ദേഹം പറയണത് നായ മാത്രം കൊല്ലരുത് എന്ന് മൃഗസ്നേഹികൾ പറയണത് ഈ പേവിഷബാധം കൂട്ടിക്കഴിഞ്ഞിട്ട് വാക്സിൻ കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിക്കാനാണ് എന്നാണ് ഇദ്ദേഹം പൊതുവായിട്ട് പറയുന്നത്. അദ്ദേഹം പറയണത് കോഴിയെ കൊല്ലാം, എന്ന് രാവിലെ എഴുന്നേറ്റ് കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം. കാരണം എന്താ? ഈ ആടിന് പേവിഷമില്ല, അത് കാരണം പന്നിയെ കൊല്ലാം, പശുവിനെ കൊല്ലാം, പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല. പട്ടിയെ മാത്രമൊന്നുമല്ല, ഈ ഇദ്ദേഹം പറഞ്ഞ ഒരൊറ്റ ജീവിയെ കൊല്ലാനായിട്ട് മനുഷ്യന് ഇവിടെ ഇന്ത്യയിൽ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല. പശുവിനെയും കൊല്ലാൻ പറ്റില്ല, ആടിനെയും കൊല്ലാൻ പറ്റില്ല, കോഴീനെയും കൊല്ലാൻ പറ്റില്ല. അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടർ ഹൗസിൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടർക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിരിക്കണം. അദ്ദേഹത്തിന് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കഴിവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം ഇത് സ്ലോട്ടർ ലൈസൻസ് കിട്ടാനായിട്ട്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലൊരു കോഴിയെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ. ആടെ ഒരു ജീവിയെ കൊല്ലാൻ പറ്റില്ല. 5 വർഷം വരെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു ജീവിയെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷം തടവ് കിട്ടും. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഇപ്പോൾ ഈ കേരളത്തിൽ മുഴുവനായിട്ട് നടക്കുന്നുണ്ട്. ഇൻസൈറ്റ്മെൻറ്റ് അബറ്റ്മെൻറ്റ് IPC 108 പ്രകാരം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പട്ടിയെ കൊന്നോ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു പട്ടിയെങ്ങാനും ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ 108 പ്രകാരം, അതായത് ഒരു 429 പ്രകാരം 5 വർഷത്തെ തടവ് ആ വ്യക്തിക്കും കിട്ടുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരാൾക്കും ഇതിനുള്ള അധികാരവുമില്ല. ഈ പേവിഷബാധ പട്ടിയിലൂടെ മാത്രം പകരുന്ന ഇതൊന്നുമല്ല. അല്ലെങ്കിൽ പട്ടി ജനിക്കുമ്പോൾ അതിന് ഈ പേവിഷബാധ ഉണ്ടാവില്ല. അത് എപ്പോഴും ഇത് ഒരു ഇതായിട്ട് ഒരു വൈറസ് കാരിയർ മാത്രമാണ്. ഈ പലപ്പോഴും അതിന് വേറെ ഏതെങ്കിലും പട്ടികൾ കടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വവ്വാല് കടിച്ചിട്ടുണ്ടാവും, ഈ കൂർക്കം കടിച്ചിട്ടുണ്ടാവും. ഇത് സാധാരണ നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്നത് കാട്ടിൽ നിന്ന് ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന സ്ഥലങ്ങളിൽ ഈ കുറുക്കനൊക്കെ കടിച്ചിട്ടൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കാരിയർ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവികളിൽ നിന്നാണ് വരിക. അല്ലാണ്ട് പട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമൊന്നും അല്ല ഈ വൈറസ്. പൂച്ചയിൽ നിന്നുണ്ടാവും. കഴിഞ്ഞ വർഷം പൂച്ച കടിച്ചിട്ടാണ് ഒരു കുട്ടി മരിച്ചത്. അത് പല രീതിയിലുണ്ടാവും. പക്ഷേ നമ്മൾ ഫലപ്രദമായിട്ട് അതിൻ്റെ സയൻറ്റിഫിക്കലി കൈകാര്യം ചെയ്യുന്നതിന് പകരം ഈ പ്രൊവോക്ക് ചെയ്യുക. എന്തുകൊണ്ട് പൂച്ചയെ കൊല്ലാൻ ഇവർ പറയുന്നില്ല? പൂച്ച കടിച്ച് കഴിഞ്ഞിട്ടും ആൾ മരിച്ചിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം പൂച്ച കടിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ഇവിടെ മാധ്യമങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ മരിച്ചു, അതിനെ 6 മാസം മുമ്പ് ഒരു പട്ടി കടിച്ചിട്ടുണ്ട്, പട്ടി കടിച്ച ആൾ മരിച്ചു. പട്ടി എന്നാൽ പിന്നെ കാലത്ത് ദോശ തിന്നിട്ടാണ് മരിച്ചതെന്ന് പറയാൻ പാടില്ല. ഇതെല്ലാം പല കേസുകളിലും ഈ പറയുന്ന പേവിഷബാധ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് പേവിഷബാധ കൂടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കൂടിയേക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ മുളന്തുരുത്തിയിലെ തന്നെ സംഭവമാണെങ്കിൽ 12-ലധികം നായയാണ് കൊന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഈ തൃക്കാക്കര ഒരു വിഷയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നത്. തെരുവുനായയെ കൂട്ടത്തോടെ കൊന്നിട്ട് ഒരു സമീപത്തെ ചാലിൽ കൊണ്ട് മൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ നായകളെ കൊല്ലുന്നു എന്നുള്ളതിൽ തർക്കമില്ല. കരാറുകാരെ നിർത്തി കൊല്ലുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും കോർപ്പറേഷൻ്റെ അറിവോടെ ആണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിവോടെ ആണോ എന്നറിയത്തില്ല. എങ്കിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ലീഗൽ ഫോഴ്സ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട് ഈ നായകളുടെ പുറത്തെടുത്ത്. ഇപ്പം മുളക്കുളത്ത് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ വേണ്ട രീതിയിലുള്ള ലീഗൽ സഹായങ്ങളൊക്കെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇപ്പോൾ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തില്ല. കാരണം വേറെ പലരും ഇടപെട്ട കേസായത് കാരണം നമ്മൾ കൂടുതലായിട്ട് ഇടപെട്ടിട്ടില്ല. കേരളത്തിൽ പല ഇങ്ങനെ ആരും ഇടപെടാതെ നിൽക്കുന്ന കേസുകളിലാണ് നമ്മൾ പോയിട്ട് കൂടുതലായിട്ട് ഇടപെടുന്നത്. എല്ലാ കേസുകളും നമുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ പലരും പേപ്പറിലൊക്കെ ഇങ്ങനെ ഇത് വാട്സപ്പിലും ഇതിലൊക്കെ പോസ്റ്റുകളിലേക്കൂടെയൊക്കെ നിങ്ങൾ കൊന്നോ ഞാൻ സംരക്ഷിച്ചോളാം ആ പറയണത് പോലും 5 വർഷം തടവിന് യോഗ്യരാക്കും എന്നുള്ളതാണ്. അവർ അകത്ത് കയറി കിടക്കേണ്ടി വരും. ഈ വളർത്തുനായയാണെങ്കിലും തെരുവുനായയാണെങ്കിലും ഇവിടെ ഒരു വാക്സിനേഷൻ ഡ്രൈവാണ് സർക്കാരിൻ്റെ പുതിയ പദ്ധതി. അതായത് ഈ 20-നുള്ളിൽ തന്നെ എല്ലാ വളർത്തുനായകൾക്കുൾപ്പെടെ വാക്സിനേഷൻ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നുള്ളൊരു തീരുമാനമെത്തുന്നു. തെരുവ് നായകൾക്കും വാക്സിൻ എടുക്കുക, കുത്തിവയ്പ്പ് നടത്തുക എന്നുള്ളതും വന്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും അതിവേഗത്തിലേക്ക് സർക്കാർ ഒരു നടപടി എടുക്കുകയാണ്. ഡോക്ടേഴ്സിൻ്റെ പാനൽ വിളിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതൊക്കെ വളരെ സക്സസ് ആകുമോ ഈ ഒരു സാഹചര്യത്തിൽ? അതോ മാധ്യമങ്ങളുടെ ഒരു ഹൈപ്പ് മാത്രമാണോ ഈ വാർത്ത? ഇത് ഒട്ടും സക്സസ് ആവില്ലാത്ത, കാരണം ഇത് ഹൈപ്പോത്തിസിസ്, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ആരും അതിനകത്ത് ഇല്ല, ഈ കമ്മിറ്റിയിലില്ല. ഈ മന്ത്രി രാജേഷ് പട്ടി പിടിക്കാൻ നടന്നേക്കുന്ന ആളൊന്നും അല്ലല്ലോ.
ഈ വാക്സിനുമായിട്ട് ഒക്കെ ഇവർക്കൊക്കെ ഉള്ള ബന്ധം അതിനകത്ത് ആ കമ്മിറ്റിയിലുള്ള ഒരാൾക്കും ഈ പട്ടിയുമായിട്ട് ബന്ധമില്ല, ഈ വാക്സിനായിട്ട് പേപ്പട്ടിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇവരെല്ലാം ഗവൺമെൻറ് ഒഫീഷ്യൽസ് മാത്രമാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്കൊന്നും നോക്കിയിട്ടില്ല. ഇവർ ഷെൽട്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഷെൽട്ടർ ചെയ്യാൻ പറ്റില്ല. അത് ഹൈക്കോടതി ഓർഡർ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് നടക്കുന്ന കാര്യമല്ല. അത് ഈ പറയുന്ന പട്ടികളെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് അതിനകത്തൊരു 40% മുകളിൽ നായകളെ നിങ്ങൾക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യത്തിലേക്കാണ് ഇവർ ആദ്യം മുന്നിലേക്ക് വന്നേക്കുന്നത്. എന്തുകൊണ്ട് ഈ ബ്രീഡേഴ്സിനെ നിലയ്ക്ക് നിർത്തിക്കൂടാ? അല്ലെങ്കിൽ ലൈസൻസിങ് കമ്പൽസറി ആക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർ നടത്തിയിട്ടില്ല. ഈ നേരെ വാക്സിൻ്റെ മുകളിലേക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് വാക്സിൻ തന്നെയാണ്. ഈ വാക്സിനാണ് അവർക്ക് ഏറ്റവും വലിയ സാധനം. ഈ വാക്സിൻ അല്ല ഈ ആളുകളെ പ്രകോപിപ്പിച്ച് കടിപ്പിക്കാതിരിക്കാൻ എന്താ ഈ ആ ഒരു ചെറിയ ഒരു ലോജിക്ക് പോലും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതായത് നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് നായകളെ കടിപ്പിക്കരുത് എന്നല്ല, പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഗവൺമെൻറ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ആക്രമണകാരികളായ നായകളെ കൊല്ലാനായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി തേടും. അത് നടക്കുന്ന കാര്യമൊന്നും അല്ലാന്ന് അവർക്കും അറിയാം. പക്ഷേ നമ്മൾ പ്രകോപിപ്പിക്കുക, കടിപ്പിക്കുക എന്നുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രമാണ്. അത് ഈ വാക്സിൻ ലോബിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഈ തെരുവുനായ പ്രശ്നം ഇങ്ങനെ കിടക്കുന്നു. ഒരു ഭാഗത്ത് പൊതുജനങ്ങളുടെ ഭീതിയുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കടക്കമാണ് കടിയേൽക്കുന്നത്. ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതേസമയത്ത് നിരപരാധികളായ നായകളാണെങ്കിൽ, അക്രമകാരികളല്ലാത്ത നായകളാണെങ്കിൽ ഇവരെ കൂട്ടത്തോടെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഏതൊക്കെ തരത്തിലാകുമെന്നാണ് ഒരു പ്രതീക്ഷ. അവസാനം നമുക്കതുകൂടെ പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. അതായത് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടായിരിക്കുമോ? ഒരു അന്വേഷണമില്ല. ഈ ഹൈക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സെൻസേഷണൽ ഒരു ന്യൂസ് മാത്രമാണ്. 2-3 പേരെ അകത്തേക്ക് കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ അന്ന് തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ഇത് ഈ 2016 പരസ്യമായിട്ട് തല്ലിക്കൊന്ന് കെട്ടി തൂക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഇട്ടവരാണ് ഇപ്പം പതുങ്ങി നിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ചില ആളുകളെ വെച്ചിട്ട് ഈ ജോസ് മാവിയിലേക്ക് തല്ലിക്കൊന്ന് കുറേ എണ്ണത്തിനെ നിരത്തി നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോ ഇട്ടിരുന്നതാണ്. അന്ന് തന്നെ അവൻ അകത്താവും എന്നുള്ള കാര്യം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്താവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് കാശ് കൊടുത്ത് ഈ അവരുടെ ഈ പിണിയാളുകളെ കൊണ്ടാണ് ഇപ്പം ഈ രാത്രിയുടെ മറവിൽ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങേരെ അടക്കം അകത്തിടാനുള്ള വകുപ്പുകൾ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. ഈ ഒരു വിഷയത്തിൽ നമ്മളുമായിട്ട് ഇത്രയും ആധികാരികമായിട്ട് തന്നെ സംസാരിച്ചതിന് നന്ദി സർ. നന്ദി.